ഈ പെട്രോൾ പമ്പ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്തായിരിക്കും? പെട്രോൾ തന്നെയായിരിക്കും. അതിനുശേഷം ഡീസൽ. കൂടുതൽ വലിപ്പിക്കലടാ മോനെ. പെട്രോൾ പമ്പ് ഉടമകളിൽ നിന്ന് പെട്രോളും ഡീസലൊക്കെ നമ്മൾ പണം കൊടുത്താണ് വാങ്ങുന്നത്. പണം കൊടുക്കാതെ പെട്രോൾ പമ്പിൽ നിന്ന് നമുക്ക് സൗജന്യമായി ചില സേവനങ്ങൾ കിട്ടും എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? ഒന്നാമതായിട്ട് കുടിവെള്ളം സൗജന്യമായിട്ടും അതിൻ്റെ ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ്. 2, നമ്മുടെ വാഹനത്തിൻ്റെ ടയറുകളിലൊക്കെ അടിക്കുന്ന എയർ, അത് സൗജന്യമായിട്ടാണ് നമുക്ക് നൽകേണ്ടത്. പക്ഷേ ഈ പെട്രോൾ പമ്പിൽ ജീവനക്കാർ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലായിരിക്കും നമുക്ക് എയർ അടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കൊരു സന്തോഷത്തിൻ്റെ പേരിൽ ഒരു 10-20 രൂപയൊക്കെ കൊടുക്കുന്നത് തെറ്റില്ല, അതൊരു ടിപ്പായിട്ടേ കണക്കാക്കുള്ളൂ. പക്ഷേ അത് നിർബന്ധമായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല. എമർജൻസി കോളുകൾ, അർദ്ധരാത്രി നമ്മുടെ ഫോൺ ഓഫായി, തൊട്ടടുത്ത് വിളിക്കാനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്രോൾ പമ്പിൽ പോയിട്ട് നമുക്ക് എമർജൻസി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് കോൾ വിളിക്കാനുള്ള അനുമതി നൽകണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടോയ്ലറ്റിൻ്റെ ഉപയോഗം. ആ പെട്രോൾ പമ്പിൽ പോയി ഡീസലോ പെട്രോളോ അടിച്ചാലും ഇല്ലെങ്കിലും ഏതൊരു വ്യക്തിക്കും സൗജന്യമായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി പെട്രോൾ പമ്പ് ഉടമകൾ നൽകിയിരിക്കണം. ഇതൊന്നും നൽകിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാണോ? ഇതൊന്നും നൽകിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ പോരാട്ടത്തിന് ഇറങ്ങുക. നിയമ പോരാട്ടമൊക്കെ നമ്മൾ കുറേ കണ്ടത് തന്നെ. കോടതിയൊക്കെ കയറി വർഷങ്ങളായിട്ട് ഇറങ്ങിയിട്ട് വേണം 10 നക്കാപ്പിച്ച പൈസ കിട്ടും. അങ്ങനെയൊന്നും ഇല്ല. ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കാൻ സാധിക്കാതെ പെട്രോൾ പമ്പ് ഉടമ അത് അടച്ചിട്ടതിനെ തുടർന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ അവർക്ക് ഉപഭോക്തൃ കോടതി വിധിച്ചിട്ടുണ്ട്. ശുചിമുറി തുറന്നു കൊടുക്കാത്ത കോഴിക്കോട് പയ്യോളിയിലെ പെട്രോൾ പമ്പിന് 1.65 ലക്ഷം പിഴ, 1.5 ലക്ഷം നഷ്ടപരിഹാരവും 15,000 കോടതി ചെലവും വിധിച്ചു. 10-12 വർഷമൊന്നും കഴിഞ്ഞിട്ടില്ല, വെറും 1 വർഷം കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വിധി വന്നത്. ഇത്തരത്തിലുള്ള വിധികൾ, സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വിധികൾ എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വിധികൾ പെട്ടെന്ന് വന്നാൽ മാത്രമേ നിയമം നിഷേധിക്കുന്നവർക്ക് എന്നായാലും പൂട്ടും എന്നൊരു ഭയമുണ്ടാവുകയുള്ളൂ. அந்த பயம் இருக்கட்டும்.